നമ്മൾ ഈ ഒരുങ്ങിയിരിക്കുന്നത് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകാട്ടോ. പണ്ട് ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് അവിടെ പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന്. പക്ഷേ നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാനുള്ള സമയമില്ല. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ബെൻസെ വീട്ടിലിറക്കാമെന്ന് കരുതി. പക്ഷേ അവളെയും കൂടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാട്ടോ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് നമ്മൾ കടയിൽ കയറി ചായയും ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെൻസയെ കൂടെ കൂട്ടാനുള്ള കാരണം വേറൊന്നുമല്ല, എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയി ശീലമില്ലാത്തതുകൊണ്ട് ബോഗിയൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് പാടാട്ടോ. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു മാറിയും കാണാൻ കയറിയാലോ എന്ന്. ഈ കണ്ടീഷനിൽ അവർക്ക് സ്റ്റെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവളുടെ അടുത്ത് നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത്ര പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബോഗി കണ്ടുപിടിക്കാനായിട്ട്. എന്നെപ്പോലെ ഇങ്ങനെ ട്രെയിനിൻ്റെ അത് വലിയ പോയി ശീലമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്ക് വല്ലാത്തൊരു അടിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കാറ്റ് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇതിനകത്ത് കാറ്റ് കൊള്ളാൻ പറ്റില്ലല്ലോ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നോട്ട് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി ഒരു ബാഗ് നിറയെ സ്നാക്സുമായിട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ. കയറിയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യമായിട്ട് ലേസിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. ഒരു ഡാർക്ക് ഫാൻറ്റസി കൂടി പൊട്ടിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും എല്ലാവരും നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി വീഡിയോസൊക്കെ അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.